ഭഗവാന്റെ ഭക്തവാത്സല്യം ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടായ ഒരു അത്ഭുതമാണിത്. ഒരിക്കൽ ഒരു പ്രായമായ മുത്തച്ഛൻ ഗുരുവായൂരപ്പനെ കാണാൻ പോയി. ക്ഷേത്രത്തിനു ചുറ്റും ഒരു പ്രദക്ഷിണം ചെയ്ത അദ്ദേഹം യാത്രാക്ഷീണവും പ്രായാധിക്യവും കാരണം തളർന്നിരിപ്പായി. എങ്കിലും താൻ കാലങ്ങളായി കാണാൻ കൊതിച്ച തന്റെ ഇഷ്ടദേവനെ കാണാൻ പോകുന്നതിന്റെ സന്തോഷം ആ മുഖത്തുണ്ടായിരുന്നു. ആ ഇരിപ്പിൽ മയങ്ങിപ്പോയ അദ്ദേഹത്തെ കാവൽക്കാരൻ വഴക്കു പറഞ്ഞ് ദൂരേക്ക് പറഞ്ഞയച്ചു. മയങ്ങിപ്പോയ കാരണം അദ്ദേഹത്തിന് ഭക്ഷണമൊന്നും കഴിക്കാൻ സാധിച്ചില്ല. അമ്പലത്തിലെ അന്നദാനം കഴിഞ്ഞും പോയി. ഇനി പുറത്തുനിന്നും വാങ്ങാമെന്ന് വച്ചാൽ തിരികെ വീട്ടിൽ പോകാനുള്ള പണം മാത്രമേ കയ്യിലുള്ളൂ. അതുതന്നെ പലരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയതാണ്. മറ്റൊന്നിനുമല്ല, തന്റെ ഇഷ്ടദേവനായ സാക്ഷാൽ ഉണ്ണിക്കണ്ണനെ കാണണമെന്ന അടക്കാനാവാത്ത ആഗ്രഹം കാരണം. ആരോരുമില്ലാത്ത തനിക്ക് ഭഗവാൻ കൂട്ടിനുണ്ടെന്ന വിശ്വാസമാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത്. ജോലിക്ക് പോകാൻ വയ്യാതായപ്പോൾ ഭിക്ഷാടനമായി തൊഴിൽ. അത് കാരണം മുഷിഞ്ഞ വസ്ത്രമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. നല്ലതെന്ന് പറയാൻ ഒന്നുമില്ല. അങ്ങനെ അവിടെ ഇരുന്ന് അദ്ദേഹം വീണ്ടും ഉറങ്ങി. അടുത്ത ദിവസം പുലർച്ചെ എഴുന്നേറ്റ് അദ്ദേഹം ക്ഷേത്രകുളത്തിൽ പോയി കുളിച്ചു വന്നു. എന്നാൽ വേഷം പഴയതു തന്നെ. അടുത്തുകൂടെ പോകുന്നവരെല്ലാം മൂക്ക് പൊത്തിപ്പിടിച്ച് അദ്ദേഹത്തെ നോക്കുന്നുണ്ടായിരുന്നു. സാക്ഷാൽ ഉണ്ണിക്കണ്ണനെ കാണണമെന്ന മോഹവുമായി എത്തിയ അദ്ദേഹം ഭഗവാനെ തൊഴുവാനായി ചെന്നപ്പോൾ കാവൽക്കാർ അദ്ദേഹത്തെ തടഞ്ഞു വച്ചിട്ട് പറഞ്ഞു, "ഈ തിരക്ക് കഴിഞ്ഞിട്ട് കയറിയാൽ മതി, അല്ലെങ്കിൽ അങ്ങ് പോയിട്ട് വേഷം മാറിയിട്ട് വരൂ." അത് കേട്ട് അദ്ദേഹം പുറത്തേക്ക് മാറിയിരുന്നു. കാത്തിരിപ്പ് നീണ്ടു. ഒപ്പം വിശപ്പിന്റെ കാഠിന്യവും. ഊണ് കഴിക്കാനുള്ള സമയമായി. അവിടെയും അദ്ദേഹത്തെ ആരും അകത്തേക്ക് കയറ്റിവിട്ടില്ല. അങ്ങനെ തളർന്ന് അവശനായി നിന്ന അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു കുഞ്ഞു ബാലൻ ഓടി വരുന്നു. അവന്റെ കയ്യിൽ ഒരു പഴമുണ്ടായിരുന്നു. "ഇത് മുത്തച്ഛൻ കഴിച്ചോളൂ." വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം അത് വാങ്ങിച്ചു. എന്നിട്ട് ആ കുട്ടിയോട് ചോദിച്ചു, "മോൻ ഏതാ? ഇവിടെ എന്താ ജോലി?" അപ്പോൾ ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, "ഞാൻ ഇവിടത്തെ എല്ലാ കാര്യത്തിലും ഓടി നടക്കുന്ന ആളാ." അതും പറഞ്ഞ് അവൻ എവിടേക്കോ ഓടിപ്പോയി. അങ്ങനെ വിശപ്പെല്ലാം മാറി അദ്ദേഹം ഉണ്ണിക്കണ്ണനെ കാണാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും പരാജയപ്പെട്ടു. അന്ന് മുഴുവൻ അവിടെ ഇരുന്നിട്ടും തിരക്ക് കാരണം ആരും അദ്ദേഹത്തെ കയറ്റിവിട്ടില്ല. അദ്ദേഹത്തിന് വളരെ ദുഃഖം തോന്നി. അങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കുമ്പോൾ അതാ വരുന്നു വീണ്ടും ആ ബാലൻ. കയ്യിൽ പഴവുമുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, "ഞാൻ മുത്തച്ഛനെ തിരക്കിയിരുന്നു, പോയോ എന്ന് കരുതി." അദ്ദേഹം പറഞ്ഞു, "ഇല്ല മോനെ, എനിക്ക് ഇതുവരെയും ഭഗവാനെ കാണാൻ സാധിച്ചില്ല. എൻ്റെ ഈ വേഷം കാരണം ആരും അകത്തേക്ക് കയറ്റിവിടുന്നില്ല. എന്നെ കാണുമ്പോൾ ദൂരേക്ക് ആട്ടി ഓടിക്കുകയാണ്." ആ ബാലൻ പറഞ്ഞു, "മുത്തച്ഛൻ വിഷമിക്കേണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം." അതും പറഞ്ഞ് അവൻ ഓടിപ്പോയി. ഭക്ഷണം കിട്ടിയ കാരണം ആ വൃദ്ധൻ സുഖമായി ഉറങ്ങി. ആ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സുന്ദര സ്വപ്നവും കണ്ടു. താൻ നേരത്തെ കണ്ട ആ ബാലൻ അതാ പീലിത്തിരുമുടിയും പൊന്നോടക്കുഴലും ഊതി വന്ന് അരികിൽ നിൽക്കുന്നു. പെട്ടെന്ന് ഞെട്ടിയുണർന്ന അയാൾ ചുറ്റിനും നോക്കി. ആരെയും കണ്ടില്ല. നേരം പുലർന്നു വരുന്നു. അയാൾ പതുക്കെ എഴുന്നേറ്റ് കുളക്കടവിലേക്ക് പോയി. അദ്ദേഹം കുളിക്കാൻ വേണ്ടി കുളത്തിൽ ഇറങ്ങി മുങ്ങി നിവർന്നപ്പോൾ അതാ മുൻപിൽ ആ ബാലൻ നിൽക്കുന്നു. അദ്ദേഹം നടന്ന സംഭവങ്ങളെല്ലാം അവനോട് പറഞ്ഞു. അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, "ഇങ്ങനെയാണോ മുത്തച്ഛൻ കണ്ടത്?" പെട്ടെന്ന് അദ്ദേഹം അവനെ നോക്കിയപ്പോൾ താൻ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം, താൻ കാണാൻ കൊതിച്ചു വന്ന ആ ഉണ്ണിക്കണ്ണൻ അതാ തന്റെ മുൻപിൽ നിൽക്കുന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ധാരയായി ഒഴുകാൻ തുടങ്ങി. അദ്ദേഹം ആ ഉണ്ണിക്കണ്ണന്റെ പാദത്തിൽ വീണു സാഷ്ടാംഗം നമസ്കരിച്ചു. പതുക്കെ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് കണ്ണുനീർ തുടച്ചിട്ട് ആ ബാലൻ പറഞ്ഞു, "സംശയിക്കേണ്ട, ഇത് ഞാൻ തന്നെയാണ്. അങ്ങ് സ്വപ്നത്തിൽ കണ്ട ആളും ഞാനും ഒന്നു തന്നെയാണ്. അങ്ങയ്ക്ക് കുറച്ച് മുൻജന്മ പാപങ്ങൾ തീരാനുണ്ടായിരുന്നു. അത് അങ്ങയുടെ 2 ദിവസത്തെ വ്രതാനുഷ്ഠാനം കൊണ്ട് തീർന്നു. പാപമെല്ലാം മാറി. ഇനി അങ്ങ് എവിടെയും പോവണ്ട. ഇവിടെ എന്റെ സവിധത്തിൽ ഇരുന്ന് ധ്യാനിച്ചാൽ മതി. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം." അതും പറഞ്ഞ് ആ ബാലൻ അവിടെ നിന്നും മറഞ്ഞപ്പോൾ
താൻ കണ്ടത് സ്വപ്നമോ മിഥ്യയോ സത്യമോ എന്നുപോലും തോന്നിപ്പോയി. ആ സമയത്ത് അദ്ദേഹത്തെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു മേൽശാന്തി. കാരണം സ്വപ്നത്തിൽ മേൽശാന്തിക്കുമുണ്ടായി അരുളിപ്പാട്. നിർമാല്യത്തിന് നട തുറക്കുമ്പോൾ ആ വൃദ്ധൻ പുതിയ വസ്ത്രമണിഞ്ഞ് തിരുസന്നിധിയിലുണ്ടാകണം. അതിനായി വൃദ്ധനെയും തേടി പുതിയ ഒരു കസവുമുണ്ടുമായി വന്നതാണ് മേൽശാന്തി. ഭഗവാനെ നേരിൽ കണ്ട ആ ഭക്തനെ മേൽശാന്തി ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് തന്റെ ഭക്തനെ വരവേൽക്കാനായി ആ കാരുണ്യവാരിധി സാക്ഷാൽ ഗുരുവായൂരപ്പൻ സന്നദ്ധനായി നിൽപ്പുണ്ടായിരുന്നു. ഭഗവാന്റെ കൃപ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.